Hi everyone, നമ്മുടെ സിയുടെ സിലബസ് ഒക്കെ ഒന്ന് മാറിയല്ലേ. ഇപ്പം മെയ് 24 മുതൽ പുതിയ സിലബസാണ്. അപ്പോൾ സി ഇൻ്റർ ഒക്കെ വരുമ്പം ഏറ്റവും ചേഞ്ച് വന്നിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് അക്കൗണ്ടിങ് പേപ്പർ. നേരത്തെ അക്കൗണ്ടിങ് ഫസ്റ്റ് ഗ്രൂപ്പിലുണ്ടായിരുന്നു, അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് സെക്കൻഡ് ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി മേർജ് ചെയ്തിട്ട് ഇപ്പോൾ അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് പേപ്പറാണുള്ളത്. ഇതിൽ 55 മുതൽ 65% വരെ സിലബസിൻ്റെ കവർ ചെയ്യുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഏരിയയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു ടോപ്പിക്കായി ആ എൻറ്റയർ പേപ്പറിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മെയ് 2024 എക്സാമിനേഷൻ എഴുതുന്നതിന് മുമ്പായിട്ട് എ തറോ റിവിഷൻ ഈസ് റിക്വയർഡ് ഓൺ ദിസ് ടോപ്പിക്സ്. അതിൻ്റെ റീസൺ ഒന്ന്, ഒരു 5 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൂടുതലായിട്ട് സിലബസിലേക്ക് ആഡായിട്ടുണ്ട്. രണ്ടാമതായിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാമതായിട്ട് എക്സാമിനേഷൻ പാറ്റേണിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. 30% MCQ 70% ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ MCQ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും പഠിക്കേണ്ടിയിരിക്കും. അപ്പം ഇതെല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള തറോ റിവിഷൻ ഒരെണ്ണം ചെയ്യാൻ വേണ്ടി എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വി ആർ പ്രൊവൈഡിങ് ക്രാഷ് ബാച്ച് അറ്റ് IICM. അപ്പം ഇവിടെ നമ്മൾ എല്ലാ സ്റ്റാൻഡേർഡ്സിൻ്റെയും പ്രോപ്പറായിട്ടുള്ള നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സ്റ്റഡി മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. പ്രീവിയസ്ലി ഉള്ള MTP RTP ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ അഡീഷണലായിട്ട് MCQ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് ആ ക്വസ്റ്റ്യൻസും നമ്മളുടെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പം നമുക്കിതാണ് കോംപ്രഹെൻസീവായിട്ട് നിങ്ങളുടെ മെയ് 2024 എക്സാംസിലേക്ക് ഈ ഒരു പേപ്പർ, ഈ ഒരു പോർഷൻ കവർ ചെയ്യാനായിട്ടുള്ള എല്ലാ റിസോഴ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡു ജോയിൻ ഫോർ ദി ക്ലാസ്സസ്. Let's meet there. All the very best for your exams.